അപ്പൊ നമുക്ക് ഇതുപോലത്തെ നമുക്ക് പിക്ചറുകൾ പ്രിന്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാട്ടോ. വരക്കാൻ അറിയാത്തവര് എങ്ങനെ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ട്രേസ് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ തുണി വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ നമ്മുടെ യെല്ലോ കാർബൺ പേപ്പർ വെച്ചു കൊടുക്കാം. ഓക്കെ, വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പിക്ചർ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കണില്ല, ഇതിൽ ചെറിയൊരു ഭാഗം ഇതിലേക്ക് വരച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം പെൻസിലോ പെന്നോ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ മുകളിൽ കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ, ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ലൈറ്റ് ആയിട്ട് വരാൻ കാരണം ഞാൻ അത് ചെയ്തിട്ട് ഇതിമത്തെ യെല്ലോ കാർബണിന്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്, കുറേ വർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ അതാണ് ഇത്രയും ലൈറ്റായിട്ട് കാണുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ ഞാൻ അതിന്റെ പകുതിയെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ അതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് റിങ്ങിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതുപോലെ റിങ്ങിൽ ഈ ഒരു സ്ക്രൂ ലൂസ് ആക്കി കൊടുക്കാം. എന്നിട്ടിത് റിങ്ങിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണേ. നമുക്ക് ഈ ഒരു പിക്ചറിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇതുപോലെ ഒരേ ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ കുത്തുക, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും സൂചി കുത്തുക, പൊക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും ആ ഗ്യാപ്പ് വിടണത് നിങ്ങൾ എന്ത് ചെയ്യണം,
ശ്രദ്ധിക്കണം. കാരണം ഒരേ വലിപ്പത്തില് ആവുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടിയിലേക്ക് കുത്തുക. അതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പ് ഒരുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മറ്റേക്ക് പറയണത് കേട്ടോ. അത് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് പ്രാക്ടീസ് ആയാൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ.